മിസ്റ്റർ ജോൺസൺ, ഒരു മിനിറ്റ്. യു കണ്ടിന്യൂ. കറിയാച്ചൻ എന്ന് പറയും, എൽസമ്മേടപ്പന. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികൾക്ക് പല ചാവല്യങ്ങളും തോന്നും. ഒരു പെൺകുട്ടിയല്ലേ. എന്റെ മോടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഗുരുവിന്റെ സ്ഥാനമാണല്ലോ. പറഞ്ഞു തിരുത്തുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട മര്യാദയില്ലേ? ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ മനസ്സിലങ്ങ് ഉറച്ചുപോയി. ഇനി വേണ്ടെന്ന് നോക്കിയാൻ ബുദ്ധിമുട്ടാ. ആർക്ക്? രണ്ടുപേർക്കും. അപ്പൊ ഇനി പന്തൽ കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ആഘോഷമായിട്ട് ഞാനത് നടത്തി തന്നാ മതി. നല്ല മനസ്സോടെ ഞങ്ങൾ അനുഗ്രഹിക്കണം. എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കാൻ മുമ്പ് കൈ എത്തുമെന്ന് നോക്കണ്ടടാ കൊച്ചനെ. നിന്റെ തന്തെന്നല്ല ആരാ നിനക്കറിയോ? പള്ളിവാതൊക്കെ കറിയാച്ചന്റെ മോള് പെരുവഴിയിലെങ്ങാണ്ട് പെറ്റുവീണ കണ്ട തെണ്ടിച്ചെറുക്കിനെ പ്രേമിക്കാനുള്ളതല്ല. ഒരു കാര്യം, എൽസമ്മയുടെ അപ്പച്ചനാണെന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയാ. കുറച്ചുകൂടി മാന്യമായ ഭാഷ സംസാരിക്കണം. ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ മോളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച് നിന്നോട് ഇനി ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? ആരോരും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞിട്ടും എൽസമ്മയ്ക്ക് എന്നോട് താല്പര്യം തോന്നി. അതുകൊണ്ട് എന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിലേ അന്തസ്സായിട്ട് തന്നെ ഞാനവളെ പൊറപ്പിക്കും. ഉടനെ വന്നേക്കണം. പോയിട്ടെന്തായി കൊച്ചപ്പ? അവൻ രണ്ടും കൽപ്പിച്ച മട്ടാണ്. നാട്ടുകാരെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. എന്താ ഇപ്പൊ ചെയ്യുക? തൽക്കാലം നീ ഇന്നിവിടെ നിൽക്ക. ഞാൻ നിന്ന ശരിയാകല. എഴുന്നേറ്റ് നടക്കാൻ കാലിന് ശേഷി ഉണ്ടെങ്കിൽ നാളെ കരയിൽ കണ്ടുപോരുത്. ഇങ്ങനെ വല്ല ആശയം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം താനത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്? അതിവിടം വരെ കൊണ്ടെത്തിച്ച് വഷളാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയേണ്ടതുപോലെ ഇണക്കത്തിൽ പറഞ്ഞാൽ കറിയാച്ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാവും. എത്ര കൊല്ലമായിട്ട് അറിയുന്നതാ ഞാൻ. ഏതായാലും അങ്ങേരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും തർക്കമില്ലാത്ത സ്ഥിതിക്ക്
നമുക്കിതങ്ങ് നടത്താം. എന്താ മത്തായി കുഞ്ഞെ? ഓ തോമസ് ഊട്ടിക്ക് പെണ്ണിനെ പോയിച്ചല്ലോ, വാക്ക് കൊടുക്കാൻ പോവാ. സ്ത്രീധനക്കാര്യമൊക്കെ ന്യായമായിട്ടങ്ങ് ചെയ്താ മതി. ഒരു തുക പറഞ്ഞ് ക്ലിഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് സങ്കടമാ. നാട്ടു നടപ്പൊക്കെ കറിയാച്ചൻ അറിയാലോ. അച്ചായ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ രണ്ടിരട്ടി കുറയില്ല കൊച്ചപ്പൻ തരുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെ കൊടുക്കുമ്പോ കൈ നിറച്ച. ആ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തക്ക സമയത്ത് തന്നെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു പട്ടക്കാരൻ വേണമെന്നാ കാർന്നവന്മാര് പറയാറ്. മോളെ കോളേജിലെ പ്രൊഫസറാ. ആ. അച്ഛൻ ഇരിക്കെ. എൽസമ്മയുടെ കല്യാണം ഉറപ്പിക്കുക. ഓഹോ, അച്ഛോ, ഇത് തോമസ് കുട്ടി ഡോക്ടറാ. അച്ഛൻ ഇരിക്കെ. അപ്പൊ പറഞ്ഞ പോലെ ഉയർപ്പ് പെരുന്നാളിന്റെ അന്ന് മൂന്നും കൂടെ വിളിച്ചു ചൊല്ലി പിറ്റേ ദിവസം തിങ്കളാഴ്ച കെട്ട്. അതെ. ഇതാ. അച്ഛൻ ഇരിക്കുന്നു. ഇതെന്നാ നിപ്പ ഇത്? അല്ല, ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. അതിനെന്ത്? അല്ല, നടക്കട്ടെ. അല്ല, കാപ്പിടിച്ചിട്ട് വാച്ചു. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഈ എൽസമ്മയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എൽസമ്മേ, എതിർത്തൊന്നും പറയരുത്. സ്നേഹിച്ചു പോയ അമ്മച്ചി തടഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സ്നേഹമുള്ളവനാ ജോൺസൺ. അമ്മച്ചിക്ക് ഒരിക്കലും എന്നെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പച്ചന്റെ മനസ്സ് തണുക്കുമ്പോ ഞങ്ങൾ വന്നോളാം. അനുഗ്രഹിച്ചില്ലെങ്കിലും അമ്മച്ചി ശപിക്കരുത്. ഹലോ, അതെ. അല്ല, ജോയിയാ? എന്താ? ഓഹോ, അത് ശരി. എന്താടാ? അല്ല, നമ്മുടെ സണ്ണിയാ. ആ, അവരിന്ന് രാവിലെ രാവിലെ രജിസ്റ്റർ മാരേജ് ചെയ്തു. എങ്ങോട്ടാ? ഇത് നേരാണെന്ന് എനിക്കൊന്ന് അറിയണം. വേണ്ട, അങ്ങനെ ഒരു മോളെ ഈ വീട്ടിൽ ജനിച്ചിട്ടില്ല. നീ എന്റെ പാട് നോക്ക്. ഇങ്ങനൊരു മോളെ നീ പ്രസവിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരല്ലലും അറിയിക്കാതെ ഇവളെ പോറ്റുക. ഒരിക്കലും അവളുടെ കണ്ണുകൾ നനയാൻ ഇടയാവരുത്. നല്ലതേ വരൂ. എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും.
ഉം. പറ്റേ ഫാദർ. നിന്നെ എനിക്ക് തരാത്തതിലോ എന്നെ തല്ലി ചതച്ചാലോ അല്ല എനിക്ക് വിഷമം. അപ്പനും അമ്മയില്ലാത്ത തെണ്ടീന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ അതിലാ. നീ കണ്ടോ എൽസമ്മേ, നിന്റെ അപ്പച്ചൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സ്വർഗത്തിൽ നിന്നെ ഞാൻ പോറ്റും. എന്തേ വിശ്വാസമില്ലേ? ആ വിശ്വാസം മാത്രമേ ഉള്ളൂ. മോള് വളർന്നു വലുതായപ്പോ ഒരുപാട് ആശിച്ചു. കർത്താവിനെ മറന്ന് അഹങ്കരിച്ചു, കൊതിച്ചു. വേണ്ടായിരുന്നു. ഒരു മോള് പറക്കണ്ടായിരുന്നു ഇല്ലേ? ഇങ്ങനൊരു മോള് ഇല്ലെന്ന് ഉറപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ദുഃഖിക്കും? കിടന്നുറങ്ങാൻ നോക്ക്. കർത്താവേ, എന്റെ ഇഷ്ടം. അപ്പനമ്മമാരെ ധിക്കരിച്ച് മക്കള് സ്വന്തം വഴിയെ പോവുക എന്നുള്ളത് ഇതാദ്യമായിട്ടല്ല. തുടക്കത്തിലുള്ള വീറും വാശിയും കഴിയുമ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് വീണ്ടും കൂടിച്ചേരലല്ലേ പതിവ്. കറിയാച്ചേട്ടന്റെ കാര്യത്തിൽ മാത്രം എന്താ അതങ്ങനെ അല്ലാതായത്? എനിക്ക് അങ്ങനെ ഒരു മകളില്ലാണ്ടാകാൻ അച്ഛനും കൂട്ടു നിന്നിട്ട് ഇപ്പൊ എന്നെ ഉപദേശിക്ക. പൊറുക്കാൻ പാടില്ലാത്ത തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ഈ വിഷയം ഇവിടെ അങ്ങ് നിർത്താം. അച്ഛന് വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടല്ലോ. ഞാനിവിടുന്ന് സ്ഥലം മാറി പോവുക പൂനെയിലേക്ക്. ഉപരിപഠനത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ചിലപ്പോ ജർമ്മനിയിലേക്ക് പോവും. മനുഷ്യന്റെ കാര്യമല്ലേ കറിയാച്ചേട്ടാ, ഇനി കണ്ടെങ്കിൽ കണ്ടുന്നേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് മനസ്സിനടുപ്പമുള്ളവരെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി. ഈ കുടുംബം, ബന്ധങ്ങളുടെ നൂലിഴകൾ എന്നൊക്കെ പറയുന്നത് പുറമേ നിന്ന് കണ്ട പരിചയമേ എനിക്കുള്ളൂ. കറിയാച്ചേട്ടന്റെ മനസ്സ് വേദനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ വരട്ടെ. മദ്രാസ് വഴിക്കാണ് പോണത്. എൽസമ്മയും ജോൺസണെയും ഞാൻ കാണുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ശരി. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും, നിങ്ങളെല്ലാവരും.
കൊച്ചപ്പോ എന്നെ പണിയായി കാണിച്ചത്. ആ വികാരിയച്ച എന്നെ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞു. പള്ളിയുടെ വർണ്ണച്ചോദരൊന്നും ഇനി വയ്യടാ, വയ്യ. എസ്റ്റേറ്റിലെയും തോപ്പിലെയും കാര്യങ്ങളും പഴയ പോലെ ഓടി നടന്നു നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ടാവും ഏറ്റെടുത്തോ, അത് പറയാനാ ഇപ്പൊ വിളിപ്പിച്ചത്. കൊച്ചപ്പൻ എന്നിട്ട് എന്നാ ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? എനക്കും കൊള്ള മുതലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒക്കെ നടത്തും. ഇതിന് വെക്കമായിട്ട് ഇപ്പൊ എന്നതാ ഉണ്ടായി? എനിക്ക് വയ്യ ജോയിക്കുട്ടി, ഒന്നിനും വയ്യ. എൽസമ്മയുടെ കത്തുണ്ടായിരുന്നു. അവള് ഗർഭിണിയാ. ആരോരും സഹായത്തിനില്ലാതെ അവക്കൊരു കുഞ്ഞുണ്ടാകുന്നതും അതിനെ കളിപ്പിച്ചും വളർത്തി നമ്മൾ കഴിയുന്നതും എന്തോ ഒരു സ്വപ്നം കണ്ട. അന്യനാട്ടിൽ ഒറ്റയ്ക്ക് കടിഞ്ഞൂൽ പ്രസവ. തനിക്ക് പോണോ? പൊയ്ക്കോ. പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ളവ പോന്നാ മതി. തിരിച്ചു വരുമ്പോ ഈ അടുപ്പവും അവകാശവും പ്രതീക്ഷിക്കരുത് ഒരിക്കലും. മധുരം നിന്നാമം എന്റെ കുട്ടി, എന്റെ കുട്ടി. എനിക്ക് തോന്നുന്ന കറിയച്ച മനസ്സിന്റെ ആദ്യം അന്നക്കുട്ടിക്കുന്ന. ആദ്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ ചേട്ടത്തി, എല്ലാവർക്കും ഇല്ലേ? ഞാൻ സഹിക്കുന്നില്ലേ? സഹിക്കണം കുറച്ചൊക്കെ, അല്ലാതെ എന്ത് ചെയ്യും? സൂസി,
ഇതിലൊരു മരുന്ന് കിട്ടിയിട്ടില്ല. ഉം. നാളെ തരാന്ന് പറഞ്ഞു. ഉം. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്വല്പം കൂടുതലാ. പരസഹായം കൂടാതെ ഒന്നിനും ആവില്ലെന്നായി. കറിയാച്ച വാശിയും മഴക്കും ഇനിയെങ്കിലും മറക്ക്. എൽസമ്മയെ വിളിപ്പിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും മോളല്ലേ, അവളുടെ ശുശ്രൂഷ അന്നക്കുട്ടിക്ക് ഇപ്പൊ കൂടിയേ തീരും. മക്കളില്ലാത്തവർക്കും അസുഖങ്ങൾ ഉണ്ടാവാറില്ല ചേട്ടത്തി. ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ അത് പറ. അന്നക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. അവക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ എങ്ങനെയാ കറിയാച്ച? ജോയിക്കുട്ടി വലിയ ഡോക്ടറെ കാണാൻ പോയിരിക്ക. ഇന്ന് രണ്ടിലൊന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. അലോപ്പതി പറ്റില്ലെന്നായപ്പോ ഹോമിയോ നോക്കി. അത് കഴിഞ്ഞിപ്പോ ആയുർവേദം. കൊല്ലം 4 കഴിഞ്ഞില്ലേ? എന്താ ജോയിക്കുട്ടി? ചികിത്സ കൊണ്ട് ഇനി ആശിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അധികം കിടന്ന് കഷ്ടപ്പെടാണ്ട് കർത്താവ് അത്യം പോകാനുള്ള യോഗ അവക്ക